പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ഇസ്ലാം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് സമത്വം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം ഒരു ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ് ജനിച്ചത്. അതിനാൽ വർണ്ണം, ജാതി, ഭാഷ ഒന്നും മനുഷ്യന്റെ മഹത്വം നിർണയിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ പല സ്ഥലത്തും അസമത്വ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസമത്വ നിയമം സ്ത്രീയോട് കാണിക്കുന്ന അവഗണനയാണെന്നും അവർക്കും പുരുഷനും ഒരേ നിയമം തന്നെ വേണമെന്നും ആധുനിക ആളുകൾ പറയുകയാണ്. സ്ത്രീ പുരുഷ സമത്വത്തിൽ നിന്നും അഥവാ ഈക്വൽ റൈറ്റ്സ് ആൻഡ് വുമൺ, അതിനുവേണ്ടി അവർ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ അസമത്വ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക? സ്ത്രീക്കും പുരുഷനും പ്രകൃതിപരമായി തന്നെ പല വ്യത്യാസങ്ങളുമുണ്ട്. സ്ത്രീ പ്രസവിക്കുന്നു, എന്നാൽ പുരുഷൻക്ക് അതില്ല. പുരുഷൻക്ക് താടിയും മീശയും വരുന്നു, എന്നാൽ സ്ത്രീക്ക് അതില്ല. ഈ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. പിന്നെ എങ്ങനെയാണ് ഈ അസമത്വ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുക? എന്നാൽ ഈ അസമത്വ നിയമങ്ങൾ നടപ്പിലാക്കിയ ചില രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. എന്നിട്ട് അവർക്ക് എന്തുണ്ടായി? ജർമ്മനി എന്നിട്ട് അവർക്കുണ്ടായത് പ്രായോഗികവൽക്കരിക്കാൻ ആകില്ലെന്നും അവരെ മുട്ടുകൊത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജർമ്മനിയെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ജർമ്മനിയുടെ 50ാം സുവനീറായ 1999 പ്രസിദ്ധീകരിച്ച ഫാക്ട്സ് അബൌട്ട് ജർമ്മനി എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ബേസിക് law, men and women have equal rights. This constitutional made in absolutely clear, but in practice it has been more avish than a reality. അടിസ്ഥാനപരമായി നിയമപ്രകാരം പുരുഷനും സ്ത്രീക്കും സമാവകാശമുണ്ടോ? ഈ ഭരണഘടനാപരമായ നിയമം സമ്പൂർണമായും വ്യക്തമാണ്. എന്നാൽ പ്രവൃത്തിപഥത്തിൽ ഇത് യാഥാർത്ഥ്യത്തെക്കാൾ ഉപരി ഒരു പ്രതീക്ഷ മാത്രമാക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ജർമ്മനി നേരിടേണ്ടി വന്നത്.